ഹായ്. ആർത്രോസ്കോപ്പി അഥവാ നോർമലി കൊളോക്കലി ആൾക്കാർ പറയുന്ന താക്കോൽ ദ്വാര ശസ്ത്രക്രിയ എന്താണ്? അതൊരു സ്കിൽഡ് പ്രൊസീജിയറാണ്. ചെറിയ ഇൻസിഷനിൽ കൂടി സ്പെഷ്യലൈസ്ഡ് ഇൻസ്ട്രുമെൻറ്റ്സ് പാസ് ചെയ്ത് ഉള്ളിലത്തെ സ്ട്രക്ചേഴ്സിനെ കണ്ട്, ഉള്ളിലത്തെ സ്പേസ് കണ്ട്, അല്ലെങ്കിൽ ആ ജോയിൻറ്റിനെ കണ്ടിട്ട് അത് നമ്മൾ ചെറിയ ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ച് നമ്മളതിനെ പിടിച്ച് കെട്ടി വെക്കുകയോ റിപ്പയർ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. ഇതൊരു സ്പോർട്സ് സർജൻസൊക്കെ സ്പെഷ്യലൈസ്ഡായി ട്രെയിൻഡായ സ്പോർട്സ് സർജൻസ് ചെയ്യുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് സർജറിയാണ്. എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കയ്യിൽ നമ്മൾ പിടിക്കുന്നത് ക്യാമറയാണ്, ലൈറ്റും വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി, ഉള്ളിലുള്ള ജോയിൻറ്റ് എന്താണെന്ന് കാണാൻ വേണ്ടിയുള്ള വിഷ്വലൈസേഷനാണ്. രണ്ടാമത്തെ ഇതിനകത്ത് പിടിക്കുന്ന ആ സർജൻ്റെ പർട്ടിക്കുലർ ആ കൈയിൻ്റെ എക്സ്റ്റൻഷനാണ്. ചെറിയ ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം വെച്ച് ആ സാധനങ്ങളെ പിടിച്ച് സ്ക്രീനിൽ നോക്കി അവർ അഡ്ജസ്റ്റ് ചെയ്ത് വള്ളി പൊട്ടിയിട്ടുണ്ടെങ്കിൽ വള്ളീനെ റിപ്പയർ ചെയ്യുക, അങ്ങനത്തെ മുട്ടിൽ ഷോൾഡറിലൊക്കെ ചെയ്യുന്ന സ്പെഷ്യലൈസ് സർജറിയാണ്. നമുക്കൊരു ഒരു ഇഞ്ചുറി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്നീ അത് ഓപ്പൺ ചെയ്ത് ചെയ്യാം, ഒരു ഫുള്ളി ഓപ്പൺ ചെയ്ത് ചെയ്യാൻ പറ്റും. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ജോയിൻ്റൊക്കെ ചെറിയ സ്പേസുകളാണ്. അവിടെ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നേക്കഡ് ഐയിൽ നമുക്ക് എല്ലാം കാണാൻ പറ്റിയെന്ന് വരില്ല, എല്ലാം പിടിക്കാൻ പറ്റിയെന്ന് വരില്ല, എല്ലാ കൊച്ചു സ്ട്രക്ചേഴ്സും അഡ്രസ്സ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അവിടെയാണ് ആർത്രോസ്കോപ്പി എന്ന് വെച്ചാൽ കീ ഹോളിൽ തന്നെ ഒരു താക്കോൽ ദ്വാരത്തിൻ്റെ ഉള്ളിൽ കൂടി നോക്കിക്കഴിയുമ്പോൾ റൂം ഫുള്ള് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഇൻസ്ട്രുമെൻറ്റ് പാസ് കഴിഞ്ഞാൽ ആ ജോയിൻറ്റിൻ്റെ റൂം ഫുള്ള് നമുക്ക് കാണാൻ പറ്റും. ആ കാണുന്ന സ്ട്രക്ചേഴ്സിനെ ചെറിയ ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ചിട്ട് അതിനെ പിടിച്ച് കൊണ്ടുവന്ന് അവിടെ വെച്ച് അതിനെ റിപ്പയർ ചെയ്യണമെങ്കിൽ റിപ്പയർ ചെയ്ത് ചെയ്യുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് സ്കിൽഡ് ട്രെയിൻഡ് സർജൻസ് മാത്രം ചെയ്യാൻ പറ്റുന്നൊരു സർജറിയാണ് ഈ ആർത്രോസ്കോപ്പിക് സർജറി. നമുക്കത് ഷോൾഡറിലുണ്ട്, മുട്ടിൽ ചെയ്യുന്നുണ്ട്, ഹിപ്പിൽ ചെയ്യുന്നുണ്ട്, എല്ലാ ജോയിൻസിലും നമുക്കത് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഗുണം എന്താണ്? ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെറിയ ഇൻസിഷൻസാണ്, അപ്പോൾ പാടുകൾ കുറവായിരിക്കും, ഇൻഫെക്ഷൻസ് കുറവായിരിക്കും. നിരന്തരമായി അതിനകത്ത് കൂടി വെള്ളം ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ഇൻഫെക്ഷൻസിനുള്ള ചാൻസസ് കുറവാണ്. അതേപോലെ തന്നെ ബ്ലീഡിങ് കുറവായിരിക്കും. നമുക്ക് ഹീലിംഗ് അല്ലെങ്കിൽ വെച്ചാൽ ആ മുറിവ് ഹീൽ ചെയ്യാനുള്ള സമയവും കുറവാണ്. ഒരു പങ്ക്ചർ വൂണ്ട് പോലെയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് ഈസ് എ വെരി എസ്തെറ്റിക്കലിയും നല്ലതാണ്, ഫങ്ഷണലിയും നല്ലൊരിതാണ്. ഈവൻ സർജൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് പിടിക്കാൻ പറ്റുന്ന സ്ട്രക്ചേഴ്സിനെയും അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു സർജറിയുമാണ്. നിങ്ങൾക്ക് എങ്ങനത്തെ ഒരു കണ്ടീഷൻസ് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇഞ്ചറിയോ ഇതുവല്ലോ വരികയാണെങ്കിൽ നിങ്ങൾ ലോക്കൽ സ്പോർട്സ് സർജനെ കാണൂ, ഈ സർജറിയെക്കുറിച്ച് മനസ്സിലാക്കൂ, ഓപ്റ്റ് ചെയ്യാൻ നോക്കൂ. താങ്ക് യു.